സ്ത്രീകൾ ആദ്യത്തെ ഒരു 3 മാസം, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ മിക്കവാറും ഈ ഛർദിലിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഭക്ഷണം നമുക്ക് വലിയ അളവിൽ കഴിക്കാൻ പറ്റില്ല. പിന്നെ കുട്ടിക്ക് വെയിറ്റ് അധികം വെക്കുന്ന ഒരു സമയമില്ല. അപ്പോൾ ആയുർവേദ നിർദ്ദേശപ്രകാരം ഈ ആദ്യത്തെ 3 മാസം പ്രധാനമായും കഴിക്കേണ്ടത് പാലാണ്. ഫസ്റ്റ് പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ ആദ്യത്തെ 3 മാസം കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുക. പിന്നെ ഈ പീരീഡ്സ് ഉണ്ടാകാൻ വേണ്ടി സഹായിക്കുന്ന ഈ പൈനാപ്പിൾ പോലെയുള്ളതിൽ അങ്ങനെയുള്ള ചില കമ്പോണൻസ്, പപ്പായ, പൈനാപ്പിളിൽ ചില കമ്പോണൻസ് അങ്ങനെയുള്ളതുണ്ട്. അപ്പം നമുക്ക് ഈ ടെൻഡൻസിയെ പറ്റി വ്യക്തത ഇല്ലാത്ത സമയത്ത് അത് ഒഴിവാക്കുന്നത് നല്ലതാണ്. ഗർഭാവസ്ഥയിൽ നമ്മൾ ഈ നേരത്തെ കഴിച്ചിരുന്ന പോലെ 4 നേരം നിറച്ച് ഫുഡ് കഴിക്കാൻ ആക്ച്വലി നമുക്ക് ശരിക്കും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ അളവിൽ കഴിക്കുന്നത്. അളവ് കൂടുന്നത് ഒരു കാരണം. പിന്നെ ഈ സ്പൈസി ആൻഡ് ഓയിലി, അത് ആ ഒരു ക്രേവിങ്സിൻ്റെ ബാക്കിൽ പോകുമ്പോൾ കൂടുതലും അത് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പാരമ്പര്യം കുറച്ചതിലൊരു ഫാക്ടറാണ്. ഗർഭകാലത്ത് എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള സംശയങ്ങൾ ഇന്ന് ദൂരീകരിക്കാനായിട്ട് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ആൻഡ്ലയാണ്. ഡോക്ടർ ആയുർവേദ ഗൈനക്കോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഡോക്ടർ, ഗർഭകാലത്ത് എല്ലാവരുടെയും ഒരു സംശയമായിരിക്കും, എന്തൊക്കെയാണ് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് കഴിക്കേണ്ടത്, എനിക്ക് ആരോഗ്യപരമായിട്ട് ഈ നെഞ്ചരിച്ചിൽ, പുളിച്ചിത് കെട്ടൽ ഇതൊന്നും ഇല്ലാതെ ആരോഗ്യപരമായിട്ട് എന്തൊക്കെ കഴിക്കാം എന്നൊക്കെ ഉള്ള സംശയങ്ങളുണ്ടാവും. എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്? പ്രധാനമായിട്ടും ഗർഭകാലത്ത് ആവശ്യമായിട്ട് വരുന്ന എക്സ്ട്രാ ആയിട്ട് വേണ്ടി വരുന്നത് പ്രോട്ടീൻ, കാൽഷ്യം, അയൺ, ഫോളിക് ആസിഡ്, ഇതെല്ലാമാണ് നമുക്ക് പ്രത്യേകിച്ച് വേണ്ടി വരുന്നത്. അപ്പോൾ സ്ത്രീകൾ ആദ്യത്തെ ഒരു 3 മാസം, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ മിക്കവാറും ഈ ഛർദിലിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഭക്ഷണം നമുക്ക് വലിയ അളവിൽ കഴിക്കാൻ പറ്റില്ല. പിന്നെ കുട്ടിക്ക് വെയിറ്റ് അധികം വെക്കുന്ന ഒരു സമയമില്ല. അപ്പോൾ ആയുർവേദ നിർദ്ദേശപ്രകാരം ഈ ആദ്യത്തെ 3 മാസം പ്രധാനമായും കഴിക്കേണ്ടത് പാലാണ്. പാല് നമുക്കറിയാം ഒരു കംപ്ലീറ്റ് ഫുഡാണ്. അതിലെല്ലാ ന്യൂട്രിയൻസും ഉണ്ട്, വളരെ ഈസി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത് കാരണവും പിന്നെ ഡീഹൈഡ്രേഷൻ്റെ ഒരു ബുദ്ധിമുട്ട് ഛർദിൽ കാരണം വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ടും ആദ്യത്തെ ട്രൈമസ്റ്ററിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കേണ്ടത് പാലാണ്. രണ്ടാമത് വരുമ്പോൾ, അതായത് 3 മാസത്തിന് ശേഷമുള്ള കാലഘട്ടം, സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്, അവിടെ കുട്ടിക്ക് കുറച്ചുകൂടെ ഭാരം വെച്ച് തുടങ്ങും. അപ്പം നമുക്ക് അവിടെ കുറച്ചുകൂടി പ്രോട്ടീൻ ആവശ്യമായി വരും. അവിടെ നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ 4-ാം മാസത്തിൽ നവനീതം, അതായത് ബട്ടർ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഫാറ്റ് ഉണ്ട്, എസെൻഷ്യൽ ആയിട്ടുള്ള ഒരുപാട് വൈറ്റമിൻസ്, മിനറൽസ് എല്ലാത്തിൻ്റെയും നല്ലൊരു വലിയ ഒരു ശേഖരമാണ്. അപ്പോൾ അതാണ് 4-ാം മാസത്തിൽ കഴിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ 5-ാം മാസത്തിൽ നെയ്യ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിലും നമുക്ക് വേണ്ട ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്. ഇതെല്ലാം സപ്ലിമെൻറ്റഡ് ആകുന്നു എന്നുള്ളതാണ്. ഇതുകൂടാതെ ആയുർവേദത്തിൽ പാൽ കഷായങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് ഓരോ മാസത്തെയും നീഡ് അനുസരിച്ച് ഓരോ മെഡിസിൻ അതാണ് നിർദ്ദേശിക്കുന്നത്. അതിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറുന്തോട്ടി, ശതാവരി തുടങ്ങിയ ഡ്രഗ്സ് എല്ലാം അതിൽ വരുന്നുണ്ട്. ഇത് ഓരോ മാസത്തെ നീഡ് അനുസരിച്ച് സിംഗിൾ ഡ്രഗ്സ് കൊണ്ട് പാൽ കഷായം കുടിച്ച് അത് നമ്മുടെ ഡെഫിഷ്യൻസീസിനെ കറക്റ്റ് ചെയ്യാനും പ്രഗ്നൻസി, ഡെലിവറി എല്ലാം ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാനും സഹായിക്കുന്നു. ഇതാണ് പ്രധാനമായിട്ടും വരുന്നത്. പിന്നീട് ഒരു പ്രധാനമായ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടില് ഫോഴ്സ് ചെയ്യും, ഇത്രയൊക്കെ കഴിക്കണം, ഇത്ര കഴിച്ചാലേ കുഞ്ഞിനും കൂടി കിട്ടുള്ളൂ എന്നുള്ള. ശരിക്കും പറഞ്ഞ പണ്ട് തൊട്ട് നമ്മൾ മനസ്സിലാക്കി വരുന്ന ഒരു മിത്താണത്. 2 പേർക്കുള്ള ഭക്ഷണം യഥാർത്ഥത്തിൽ ആവശ്യമില്ല. എന്നാൽ ഫുഡിന്റെ ക്വാണ്ടിറ്റി അല്ല, ഫുഡിന്റെ ക്വാളിറ്റിയിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. 2-ാമത്തെ ട്രൈമസ്റ്ററിൽ നമുക്കൊരു 300 കിലോ കാലറി പെർ ഡേ, അതാണ് ഒരു എക്സ്ട്രാ വേണ്ടി വരുന്ന ഊർജ്ജം. 1 ഗ്ലാസ് പാല്, 1 ഏത്തപ്പഴം, 1 മുട്ട, ഇത് 3ഉം കൂടി ചേരുമ്പം തന്നെ ഒരു 300 കിലോ കാലറി വരും. ഇത്ര മാത്രമാണ് ശരിക്കും 2-ാമത്തെ ട്രൈമസ്റ്റർ, അതായത് 3 മാസത്തിന് ശേഷമുള്ള സമയത്ത് വേണ്ടി വരുന്ന ഒരു എക്സ്ട്രാ കാലറി. അപ്പം ഇതിനു വേണ്ടി 2 പേരുടെ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം യഥാർത്ഥത്തിലില്ല. പക്ഷെ ക്വാളിറ്റി ഓഫ് ഫുഡ് വളരെ ശ്രദ്ധിക്കണം, ക്വാണ്ടിറ്റി അല്ല. അപ്പം ഇതിന്റെ കൂടെ തന്നെ നമ്മൾ സാധാരണ ഭക്ഷണം ചെയ്യാം അല്ലേ? അതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നേരത്തെ പറഞ്ഞ പോലെ നെഞ്ചരിച്ചൽ പോലെയുള്ള ബുദ്ധിമുട്ട്, ദഹന പ്രശ്നങ്ങൾ, ഈ ഹോർമോൺ വേരിയേഷൻ കൊണ്ട് തന്നെ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ 4 നേരം നിറച്ച് കഴിക്കാൻ ശരിക്കും അഡ്വൈസ് ചെയ്യുന്നില്ല. പകരം നമ്മൾ ഇതിനെ തന്നെ ചെറിയ അളവുകൾ, ഇപ്പോൾ 4 എന്നുള്ളത് 6 തവണ കഴിക്കാം, പക്ഷേ ചെറിയ അളവിൽ കഴിക്കുക.
പിന്നെ വേറൊരു സ്ഥിരമായി കണ്ടുവരുന്ന ഒരു ഇതെന്ന് പറയുന്നത് അതായത് പല പല ക്രേവിങ്സ് പ്രഗ്നൻസിയിൽ ഉണ്ടാകും. അപ്പോൾ അത് കാരണം എണ്ണ പലഹാരങ്ങൾ ധാരാളം കഴിക്കുക, സ്നാക്സ് കഴിക്കുക, ഇങ്ങനെ സ്വീറ്റ്സ് കഴിക്കുക, ഇങ്ങനത്തെ ഒരു ട്രെൻഡ് ഗർഭിണികളെ ആകുമ്പോൾ അത് അധികം ആരും നിരുത്സാഹപ്പെടുത്താറില്ല, അവരുടെ കൊടുക്കും. അപ്പം ഈ ക്രേവിങ്സ് കുറച്ച് സാറ്റിസ്ഫൈ ചെയ്യാം. പക്ഷെ ആ ക്രേവിങ്സ് അനുസരിച്ച് മാത്രം ഫുഡ് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും. ഈ എണ്ണ പലഹാരങ്ങൾ, നല്ല സ്പൈസി ആയ ഫുഡ്, ഇത് കൂടുതലായി കഴിക്കുമ്പോഴാണ് നെഞ്ചരിച്ചിലിനുള്ള സാധ്യത കൂടുന്നത്. പിന്നെ ചിലവർക്ക് ഒരു ഹെറിഡിറ്ററി ആയിട്ട് തന്നെ, ഇപ്പം നമുക്കറിയാം ചിലർക്ക് ട്രാവൽ ചെയ്യുമ്പം ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. അത്തരം നേച്ചറുള്ളവർക്ക് പ്രഗ്നൻസിയിൽ ഛർദ്ദിൽ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നോർമലി ഉള്ളതല്ലാതെ എന്തെങ്കിലും ഡൈജഷൻ സംബന്ധമായ അസുഖങ്ങൾ വരികയാണെങ്കിൽ ഇത് വീണ്ടും വേഴ്സൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആഹാരം കഴിക്കുമ്പോൾ ഒന്നാമത് വയറിനസുഖം വരാത്ത രീതിയിൽ കഴിക്കണം. രണ്ടാമത് ഒരുപാട് ഓയിലി സ്പൈസി ഫുഡ് കഴിക്കാതിരിക്കണം. അളവ് ചെറിയ അളവിൽ കഴിക്കണം. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ ചെറിയ അളവിൽ കഴിക്കണമെന്ന് പറഞ്ഞല്ലോ, ഈ പൈനാപ്പിൾ അങ്ങനെയൊന്നുള്ള ആഹാരങ്ങൾ, അതുപോലെ തന്നെ ഡേറ്റ്സ്, ഇതൊന്നും കഴിക്കാൻ പാടില്ല, ഒരു 5 മാസം വരെ 6 മാസം വരെ ഒക്കെ കഴിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ട്. ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ എപ്പോഴാണ്, ഇതൊക്കെ കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഇതായി ഒരു ആദ്യത്തെ ട്രൈമസ്റ്ററിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു പ്രഗ്നൻസി ആകുമ്പോൾ നമുക്ക് ഇവരുടെ ടെൻഡൻസിയെ കുറിച്ചൊരു ധാരണയില്ല. ബ്ലീഡിങ് ടെൻഡൻസി ഉള്ള ആളാണോ, ഫുഡിനോട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന ആളാണോ എന്നൊരു ധാരണയില്ല. അതുകൊണ്ട് ഫസ്റ്റ് പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ, ആദ്യത്തെ 3 മാസം കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കുക. പിന്നെ ഈ പീരീഡ്സ് ഉണ്ടാകാൻ വേണ്ടി സഹായിക്കുന്ന ഈ പൈനാപ്പിൾ പോലെയുള്ളതിൽ അങ്ങനെയുള്ള ചില കമ്പോണൻസ്, പപ്പായ, പൈനാപ്പിളിൽ ചില കമ്പോണൻസ് അങ്ങനെയുള്ളതുണ്ട്. അപ്പം നമുക്ക് ഈ ടെൻഡൻസിയെ പറ്റി വ്യക്തത ഇല്ലാത്ത സമയത്ത് അത് ഒഴിവാക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മെലൺ വിഭാഗത്തിൽപ്പെടുന്ന മത്തങ്ങ, ഷമാം, നമ്മുടെ കുമ്പളങ്ങ, ഇതുപോലെയുള്ള വാട്ടറി ആയിട്ടുള്ള നല്ല ഫൈബ്രസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് കൂടുതൽ ആഡ് ചെയ്യണം. ഇത് നല്ലപോലെ അസിഡിറ്റി കുറയ്ക്കും. ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ മോഷൻ നല്ല സുഖമാക്കുകയും ചെയ്യും. അതുപോലെ നിത്യം നമുക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് മോര്. മോര് നല്ലപോലെ ഡീഹൈഡ്രേഷൻ ഒഴിവാക്കും. അതുപോലെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നിലനിർത്താനും അയണിൻ്റെ അബ്സോർപ്ഷൻ നന്നായിട്ട് ഉണ്ടാവാനും സഹായിക്കും. പിന്നെ ഗർഭിണികൾ എത്രത്തോളം യോജിക്കും എന്നറിയില്ല, ചായയും കാപ്പിയും കഴിയുന്നത്രയും ഒഴിവാക്കണം എന്നുള്ളതാണ്. അതായത് നമ്മുടെ കാൽഷ്യത്തിൻ്റെ അളവ്, ബോണിലുള്ള കാൽഷ്യം നമ്മുടെ ബോഡിയിൽ നിന്ന് നഷ്ടമാകാൻ ഈ കഫീൻ്റെ പ്രസൻസ് കൂടുതൽ സഹായകമാവും. അതുപോലെ ചായയിലുള്ള ടാനിൻ എന്ന് പറയുന്ന ഘടകം അയണിൻ്റെ അബ്സോർപ്ഷനെ ഭയങ്കരമായി, ചായ കുടിച്ചാൽ കുഞ്ഞ് കറുത്തു പോകും എന്ന് പറയുന്നത്, അങ്ങനെ പറയുമ്പോൾ കഴിക്കാതിരിക്കട്ടെ എന്ന് കരുതി പറയുന്നതാണ്. പക്ഷെ ഇങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ട്. ടാനിൻ ഉള്ളതുകൊണ്ട് അയണിൻ്റെ അബ്സോർപ്ഷൻ കുറഞ്ഞു പോകും. അതുപോലെ കഫീൻ്റെ പ്രസൻസ് കാൽഷ്യം കൂടുതലായി നഷ്ടപ്പെടാൻ ഇടവരും. അപ്പോൾ നമുക്ക് പകരം എന്ത് കുടിക്കാം? അപ്പോൾ എല്ലാവരും ഞങ്ങൾ പിന്നെ ഇനി എന്താണ് കുടിക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. കാരണം ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഈ ക്ഷീണം മാറും എന്നുള്ളത്. ഞങ്ങൾ പിന്നെ എന്താണ് കുടിക്കുന്നത്? അതിൽ പ്രധാനമായ ഒന്ന് മോരാണ്. മോര് കുടിക്കാം. കരിക്കിൻ വെള്ളം വളരെ അഡ്വൈസബിൾ ആണ് നമുക്ക് എല്ലാ സ്റ്റേജിലും തന്നെ. പിന്നെ ഉപയോഗിക്കാവുന്നത് നമ്മൾ ഈ ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറഞ്ഞ പാടെ ഫ്രൂട്ട്സ് ജ്യൂസാക്കി അത്ര തന്നെ പഞ്ചസാര ഇട്ട് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അൺഫിൽറ്റേർഡ് ഫ്രൂട്ട് ജ്യൂസ്, അരിച്ചതിൻ്റെ നാര് മാറ്റരുത്, നാരോട് കൂടിയ ഫ്രൂട്ട് ജ്യൂസ്, അതാണ് എപ്പോഴും നമ്മൾ ഗർഭിണികൾക്ക് അഡ്വൈസ് ചെയ്യുന്നത്, അൺഫിൽറ്റേർഡ് ഫ്രൂട്ട് ജ്യൂസ്. പിന്നെ ഫ്രൂട്ട്സ് ആസ് സച്ചും ഒരുപാട് മധുരമല്ല. പിന്നെ വേറൊന്ന്, ഫുഡിൻ്റെ കൂടെ അല്ല ഈ ഫ്രൂട്ട്സ് കഴിക്കേണ്ടത്, ഇൻ ബിറ്റ്വീനുള്ള സമയങ്ങളിൽ കഴിക്കണം. കാരണം ഫ്രൂട്ട്സിൽ ധാരാളം ഫൈബർ ഉണ്ട്, ഡൈജഷൻ സുഖമാക്കും. കോൺസ്റ്റിപ്പേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കും. പിന്നെ വേറെ ഒരെണ്ണം, അത് എത്രത്തോളം പ്രായോഗികമാക്കാൻ പറ്റുമെന്നറിയില്ല, അതായത് ഈ റെഫ്രിജറേറ്റഡ് റീഹീറ്റഡ് ഫുഡ്. അപ്പം ധാരാളം പഠനങ്ങളുണ്ട്, അതായത് റെക്ടൽ CA പോലെയുള്ള കണ്ടീഷൻസ് വരുത്തുന്ന പല ചേഞ്ചസും അതിന് ഈ റെഫ്രിജറേറ്റഡ് റീഹീറ്റ് ചെയ്യുമ്പോൾ വരുന്നതായിട്ട്. അപ്പം വേറെ ഒന്നുമല്ല, ഗർഭാവസ്ഥയിൽ അല്ലെങ്കിൽ ഗർഭിണികൾക്ക് ഇത്തരം ഫുഡ് കഴിയുന്നതും കുറച്ച് ഉപയോഗിക്കുക. കഴിയുന്നതും ഓരോ നേരം അന്നേരമുള്ള ഫ്രഷ് ഫുഡ് കഴിക്കാൻ ഗർഭാവസ്ഥയിലുള്ളവർ ശ്രദ്ധിക്കുക. കഴിയുന്നതും ഓക്കെ. ഇപ്പം ഗർഭാവസ്ഥയിൽ നെഞ്ചരിച്ചിൽ പോലുള്ള അവസ്ഥകളുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അത് ഈ ഫുഡ് ഒരുപാട് കൺസീവ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണോ? ഒരു കാരണം അതാണ്. കാരണം ഗർഭാവസ്ഥയിൽ നമ്മൾ ഈ നേരത്തെ കഴിച്ചിരുന്ന പോലെ 4 നേരം നിറച്ച് ഫുഡ് കഴിക്കാൻ ആക്ച്വലി നമുക്ക് ശരിക്കും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ അളവിൽ കഴിക്കുന്നത്. അളവ് കൂടുന്നത് ഒരു കാരണം. പിന്നെ ഈ സ്പൈസി ആൻഡ് ഓയിലി, അത് ആ ഒരു ക്രേവിങ്സിൻ്റെ ബാക്കിൽ പോകുമ്പോൾ കൂടുതലും
അത് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പാരമ്പര്യം കുറച്ചതിലൊരു ഫാക്ടറാണ്. അപ്പം ഇതിനകത്ത് നമുക്ക് ഇപ്പം ആയുർവേദിക്കായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മല്ലിയിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ചെറിയ അളവിൽ പലതവണ ചെറിയ ചൂടായിട്ട് കുടിക്കാം. ഒന്നിച്ച് ഒത്തിരി വെള്ളം കുടിക്കുകയല്ല, ചെറിയ അളവിൽ പലതവണയായിട്ട് മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെഞ്ചരിച്ചിൽ കുറേ കുറഞ്ഞു കിട്ടും. അപ്പം നമ്മൾ ആ ഡൈജഷനെ ശ്രദ്ധിച്ച് വേണം വെള്ളം കുടിക്കുന്നതായാലും ഭക്ഷണം കഴിക്കുന്നതായാലും. രണ്ടാമത് നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഇതുണ്ടല്ലോ, ഏത്തക്കാ പൊടി എന്ന് പറയത്തില്ലേ, കുറുക്കി കൊടുക്കുന്ന ഏത്തക്കാ പൊടി, അത് കുറുക്കി കൊടുക്കുന്നത് ഈ നെഞ്ചരിച്ചിൽ നല്ലതുപോലെ കുറയാൻ സഹായിക്കും. അതുപോലെ കൂവപ്പൊടിയുണ്ട്, ആരോ റൂട്ട് എന്ന് പറയുന്നത്, നല്ല ആരോ റൂട്ട് ആയിരിക്കണം. അല്ലെങ്കിൽ മൈദ പോലെയുള്ളതിന്റെ കലർന്നത് വന്നാൽ തിരിച്ചുള്ള എഫക്റ്റാ വരിക. അപ്പം നല്ല ആരോ റൂട്ട് കിട്ടുമെങ്കിൽ ആരോ റൂട്ട് കുറുക്കിയത് കൊടുക്കുന്നത് ഈ നെഞ്ചരിച്ചിൽ വലിയ രീതിയിൽ പ്രിവെന്റ് ചെയ്യും. പിന്നെ കുറച്ചിപ്പോൾ ഒരു വലിയ സീരിയസ് ആയിട്ടല്ലാത്ത എന്താ ഹൈപ്പർ എമിസസ് എന്നൊക്കെ പറയും, ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു ദിവസം മുഴുവൻ ഛർദ്ദിൽ അങ്ങനെയൊക്കെ വന്നാൽ തീർച്ചയായിട്ടും ഒരു ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട ആവശ്യം വരും. പിന്നെ ആയുർവേദത്തിൽ നമ്മൾ ചെറിയ ചെറിയ മെഡിസിൻസ്, ഇപ്പം ധന്വന്തരം ഗുളിക പോലെ, ശംഖഭസ്മം, ഗുളൂച്ചാതി, അത് ചെറിയ വെള്ളം പോലെ ആക്കി കുടിക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ ചില മെഷേഴ്സ് ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്ക് അത് മാറി കിട്ടും. ഗർഭകാലത്തെ ഭക്ഷണ രീതികളെ കുറിച്ചായിരുന്നു ഡോക്ടർ നമ്മളോടൊപ്പം സംസാരിച്ചത്. മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും എത്തും. നന്ദി.